الحمد لله وقفا الصلاة والسلام على نبي المصطفى وعلى آله وصحبه الفائزين برضا الله أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن الدين عند الله الإسلام واعلم أن أمة سيدنا محمد صلى الله عليه وسلم. എൻ്റെ പ്രിയമുള്ള സത്യവിശ്വാസികളെ, റബ്ബ് തആല അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഭവനത്തിൽ പരിശുദ്ധമായ ജുമുഅ നമസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയ നമ്മുടെ സൽക്കർമ്മങ്ങളെയെല്ലാം കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നാം ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ അംബിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങളോട് കൂടെ റബ്ബ് തആല നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ, സഹോദരങ്ങൾ, സഹോദരിമാർ, ബന്ധുമിത്രാദികൾ, നാട്ടുകാർ, അയൽവാസികൾ, ഇന്നലകളിൽ ഇടറിയ നേരങ്ങളിൽ നമ്മളെ ചേർത്ത് നിർത്തിയവർ, സ്വാന്തനത്തിൻ്റെ സമാശ്വാസത്തിൻ്റെ ഒരു പുഞ്ചിരി സമ്മാനമായി നൽകിയെങ്കിലും നമ്മളെ സഹായിച്ചവർ, സ്നേഹിച്ചവർ, സഹകരിച്ചവർ, റബ്ബ് തആല പലരും ഇന്ന് ഖബറിലാണ്. എല്ലാവരുടെയും ഖബറുകളെ വിശാലമാക്കി അനുഗ്രഹിക്കട്ടെ. വല്ല അസാബുകളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നാം ഒരുമിച്ച് കൂടിയ ദിവസത്തിൻ്റെ, സമയത്തിൻ്റെ, സന്ദർഭത്തിൻ്റെ, സ്ഥലത്തിൻ്റെ എല്ലാം മഹലായ ഫള് കൊണ്ട് ദൂരീകരിച്ച് സന്തോഷം നിറച്ചു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അരികിൽ, അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ്. ലോകത്തൊരുപാട് മതങ്ങളുണ്ട്. ഇന്ത്യയിൽ തന്നെ നൂറുകണക്കിന് മതങ്ങളും അതിനിരട്ടി ഭാഷകളുമുണ്ട്. ലോകത്തൊരുപാട് മതങ്ങളും അതിൽ നിരട്ടി ഭാഷകളും വിവിധ സംസ്കാരങ്ങളും നിലകൊള്ളുന്നതാണ്. അതിൽ നിന്നെല്ലാം റബ്ബ് തആല അവൻ്റെ മതമായി പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധമായ ഇസ്ലാം മതം മാത്രമാണ്. ഈ ആദരാധുനിക കാലഘട്ടത്തിൽ മനുഷ്യനിന്ന് എല്ലാം കൈവരിച്ചു, മനുഷ്യനിന്ന് എല്ലാം ആർജിച്ചെടുത്തു എന്ന് വീമ്പ് കൊള്ളുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുചരവൃത്തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നതായി കാണാം. അവസാന കാലഘട്ടമാകുമ്പോൾ ഇസ്ലാമിൻ്റെ വക്താവായി ജീവിക്കുക എന്നുള്ളത് തീക്കനൽ കയ്യിൽ കരുതി ജീവിക്കുന്നതിന് സമാനമാണ്. ഭക്ഷണത്തളികയിലേക്ക് ഭക്ഷണം എടുക്കാൻ വേണ്ടി ആളുകൾ കൈനീട്ടുന്നത് പോലെ ഇസ്ലാമിനെ വലിച്ചു കീറാൻ വേണ്ടി ഇസ്ലാമിൻ്റെ ബദ്ധവൈരികളായ ആളുകൾ കൈനീട്ടുമെന്ന് പഠിപ്പിക്കുമ്പോൾ ഇന്നിൻ്റെ രാപ്പകലുകളിൽ നാം കാണുന്നത് പരിശുദ്ധമായ ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താനും ഇസ്ലാമിൻ്റെ മൂല്യങ്ങളെ ഇല്ലായ്മ ചെയ്യാനും ഇസ്ലാം ലോകത്തോട് സമ്മാനിക്കുന്ന ആ സന്ദേശങ്ങളെ വളച്ചൊടിച്ച് ഇസ്ലാം എന്തോ വിരുദ്ധ മതമാണ്, 6-ാം നൂറ്റാണ്ടിൽ സൂര്യനുദിക്കാത്ത മതമാണ് ഇസ്ലാം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ലോകത്ത് ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലും ഇസ്ലാമിൻ്റെ ബദ്ധവൈരികളായ ആളുകൾ, എത്തിസ്റ്റുകൾ, എക്സ് മുസ്ലിമീങ്ങൾ എന്നെല്ലാം അറിയപ്പെടുന്ന ആളുകൾ അതിനെതിരായി നിൽക്കുന്ന രംഗമുണ്ട്. സോഷ്യൽ മീഡിയകളിലെല്ലാം അവർ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നതായി കാണാം. ഇസ്ലാം എന്തോ വിരൂപമായ മതമാണ്, ഇസ്ലാം ഒരിക്കലും ഇസ്ലാമിൻ്റെ തത്വസംഹിതകൾക്കനുസരിച്ച് ആധുനിക മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന മതമല്ല ഇസ്ലാം എന്നെല്ലാം വരുത്തി തീർക്കാൻ നവമാധ്യമങ്ങളിൽ അവർ കാണിക്കുന്ന വെമ്പൽ നാം ഒരിക്കലും തിരസ്കരിക്കാൻ സാധിക്കുന്നതല്ല. ഇസ്ലാം ഒരുപാട് മാനവിക മൂല്യങ്ങളെ ഉയർത്തിക്കാട്ടുന്ന മതമാണ്.
ലോകത്ത് തന്നെ ഇസ്ലാം കൽപ്പിക്കുന്നതായ മാനവിക മൂല്യങ്ങൾ, ഇസ്ലാം അനുധാവനം ചെയ്യുന്നതായ സുന്ദരമായ ഒരു സംഹിത കൊണ്ടുവരാൻ ലോകത്ത് മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ കൊണ്ടുവന്നപ്പോൾ അതിന് ബദലായി പലരും പല ഗ്രന്ഥങ്ങളും കൊണ്ടുവരാൻ കഴിഞ്ഞു. ഒരു ആയത്ത് അല്ലാഹു തആല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കി കൊടുത്ത പരിശുദ്ധമായ ഖുർആനിന് സമാനമായി, ഖുർആനിൻ്റെ ഒരു ആയത്തിന് സമാനമായി ഒരു ആയത്തെങ്കിലും കൊണ്ടുവരാൻ ഇസ്ലാമിൻ്റെ ബദ്ധവൈരികളായ ആളുകൾക്ക് നാളിത്രയുമായിട്ടും കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, പരിശുദ്ധമായ ഇസ്ലാം മുൻപോട്ട് വയ്ക്കുന്ന മാനവിക മൂല്യങ്ങൾ അത്രമാത്രം പ്രിയപ്പെട്ടതാണ്. നമുക്കറിയാം, അല്പം നാളുകൾക്ക് മുൻപാണ് കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ ലജ്ജിപ്പിച്ച് ലഹരിക്കടിമയായ ഒരു മകൻ സ്വന്തം മാതാവിനെ കരുണയില്ലാതെ കൊന്നുകളഞ്ഞത്. ആ മകൻ പറഞ്ഞതെന്താ? എന്നെ പ്രസവിച്ച് ഈ കണ്ട നാളെത്രയും വളർത്തി വലുതാക്കിയതിൻ്റെ സമ്മാനം അതിന് പ്രത്യുപയോഗമായി, അതിന് എൻ്റെ ഉമ്മ എന്നെ നോക്കി വളർത്തി ഉണ്ടാക്കിയതിന് പകരമായി ഞാൻ നൽകിയ സമ്മാനമാണിതെന്ന് ആ മകൻ യാതൊരു കരുണയുമില്ലാതെ യാതൊരു സങ്കടവുമില്ലാതെ പറഞ്ഞുവെങ്കിൽ, നാം ഇന്ന് ജീവിക്കുന്ന ഈ ലോകത്ത് ഈ കാലഘട്ടത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അൽ ജന്നത്തു തഹത അക്ദാമുൽ ഉമ്മഹാത്ത്, ഉമ്മയുടെ കാൽപാദത്തിനടിയിലാണ് സുഖലോക സ്വർഗം എന്നുള്ളത്. എത്രമാത്രം മനുഷ്യന്റെ മസ്തിഷ്കത്തിലേക്ക് ഇറങ്ങേണ്ട ഒരു വാക്കാണത്. ലഹരിക്കടിമപ്പെട്ട് സ്വന്തം മാതാവിനെ കൊല്ലുന്ന ആ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അൽ ജന്നത്തു തഹത അക്ദാമുൽ ഉമ്മഹാത്ത്, മോനെ നീ അറുത്തുകളഞ്ഞില്ലേ, നീ കൊന്നുകളഞ്ഞില്ലേ, ആ ഉമ്മയുടെ കാൽപാദത്തിനടിയിലാണ് നിന്റെ സ്വർഗം. എത്ര സുന്ദരമായ വാക്ക്, എത്ര സുന്ദരമായ വാക്ക്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊരു സ്വഹാബി ഒന്ന് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കേണ്ടത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മോനെ നിന്റെ ഉമ്മയോട്. രണ്ടാമതും ചോദിക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മോനെ നിന്റെ ഉമ്മയോട്. മൂന്നാമതും ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരോടാണ് നബിയെ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചക പങ്കുവര പറയുന്നുണ്ട്, മോനെ നിന്റെ ഉമ്മയോട്. 1, 2, 3 തവണ നിന്റെ ഉമ്മയോടാണ് നീ കടപ്പെട്ടിരിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന സുന്ദരമായ മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമിൻ്റെ വക്താക്കളാണ് നാം. ആ ഇസ്ലാമിൻ്റെ നാമധാരിയാണ് അല്പം ദിവസങ്ങൾക്ക് മുൻപ് സ്വന്തം ഉമ്മയെ കഴുത്തറുത്ത് കൊന്നത് എങ്കിൽ ഇസ്ലാമിൻ്റെ മൂല്യങ്ങളെ നാം മുറുകെ പിടിക്കുന്നുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ നാം എത്രമാത്രം മുറുകെ പിടിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കാൻ കൂടി ഈ അവസരത്തിൽ നാം അത് ഉപയോഗപ്പെടുത്തണം. ചെറിയ ക്ലാസ് മുതൽ തന്നെ ഉമ്മയാരാ, ഉപ്പയാരാ, ഗുരുനാഥനാരാ, അയൽവാസിയാരാ, ബന്ധുക്കളാരാ, ബന്ധുമിത്രാദികളാരാ എന്ന് മദ്രസയിലാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ലോകത്ത് അറിവ് നേടാൻ പല 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 ഓപ്ഷൻസും ഉണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ സംഹിതയിൽ മദ്രസകളിലാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടറാവാൻ പല ഓപ്ഷൻസുമുണ്ട്, വക്കീലാവാൻ പല ഓപ്ഷൻസുമുണ്ട്. അങ്ങനെ ഓരോന്നിനും ഓരോ സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഒരു ഡോക്ടർക്കോ ഒരു വക്കീലിനോ ഒരു MBBSകാരനോ ഒരു എഞ്ചിനീയർക്കോ ഒരു പൈലറ്റിനോ സ്വന്തം ഉമ്മയാരാണ്, സ്വന്തം പെങ്ങളാരാണെന്ന് ഒരിക്കലും അവരുടെ പാഠപുസ്തകത്തിൽ ചെക്കിച്ചിരഞ്ഞു നോക്കിയാൽ കാണാൻ കഴിയില്ല.
വളരെ വ്യക്തമായി പിഞ്ചു ബാല്യത്തിൽ തന്നെ ഇസ്ലാമാണത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആ ഒരു പഠനമില്ലാത്തതിൻ്റെ തിക്തഫലമായിട്ടായിരിക്കാം നാണിപ്പിക്കും വിധത്തിലുള്ള വാർത്തകൾ നാം കേൾക്കാനിടയാകുന്നത്. കേരളത്തിൽ ഒരുപാട് വൃദ്ധസദനങ്ങളുണ്ട്. വൃദ്ധസദനങ്ങൾ സന്ദർശിച്ച് അതിനെപ്പറ്റി ഡോക്യുമെൻ്ററി എഴുതുന്ന, അതിനെപ്പറ്റി വിശദീകരിക്കുന്ന പഠനങ്ങൾ നടത്തുന്ന ആളുകളെല്ലാം പറഞ്ഞ ഒരു വാക്കുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വൃദ്ധസദനങ്ങളെല്ലാം സന്ദർശിക്കുമ്പോൾ അതിൽ കാണാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു കാര്യമുണ്ട്. ഒരു ഇസ്ലാമിൻ്റെ വക്താവ് ഇസ്ലാം നാമധാരികളെയും വൃദ്ധസദനങ്ങളിൽ അധികം കാണാറില്ല. കാരണം എന്താണ്? അവർക്ക് ഉമ്മയാരാ ഉപ്പയാരാ എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പരിശുദ്ധമായ ഇസ്ലാം. ഇസ്ലാം എല്ലാം വ്യക്തമാണ്. ഇസ്ലാമിൻ്റെ യുക്തി ഭദ്രമാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞ് ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് അവന് വാങ്കും ഇഖാമത്തും കൊടുത്ത് അവൻ എങ്ങനെ ജീവിക്കണം, എങ്ങോട്ടെല്ലാം നോക്കണം, എന്തെല്ലാം കേൾക്കണം, എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം പിടിക്കണം, എന്തെല്ലാം ഭക്ഷിക്കണം എന്ന് പറഞ്ഞ് എങ്ങനെ ജീവിക്കണം, തുപ്പുന്നതെങ്ങനെയാണ്, വിസർജിക്കുന്നതെങ്ങനെയാവണം, നോട്ടം എങ്ങനെയാവണം, കേൾവി എങ്ങനെയാകണം എന്ന് തുടങ്ങി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടോ സൂക്ഷ്മമായ കാര്യങ്ങൾ വരെ പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ മൂല്യം എത്രയാണ്? ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾ എത്രയാണ്? ലോകത്തൊരുപാട് രാജ്യങ്ങളുണ്ട്. ആധുനിക സംസ്കാരം ഇന്ന് കേരളത്തിലേക്ക് ലിബറലിസവും എത്തിസ്റ്റുകളും കടന്നുകൂടുന്നത് യൂറോപ്പ് കൺട്രികളിൽ നിന്നാകുമ്പോൾ എല്ലാം കൈവരിച്ചു, എല്ലാം പിടിച്ചടക്കി എന്ന് അഹങ്കാരത്തിൽ നടക്കുന്ന മനുഷ്യർ ജീവിക്കുന്ന യൂറോപ്പ്, ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമെല്ലാം അവിടെയെല്ലാം മനുഷ്യവാസമുണ്ടോ എന്ന് തിരക്കാൻ വേണ്ടി റോക്കറ്റുകൾ അയക്കുന്ന മനുഷ്യർ. പക്ഷേ അവർ നഷ്ടപ്പെടുത്തിയ ഒരു മൂല്യമുണ്ട്, കുടുംബം എന്നുള്ള മൂല്യം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. സായിപ്പിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫാദർ ആൻഡ് മദർ ഐ ലവ് യു. ഉമ്മയെയും ഉപ്പയെയും ഉമ്മയെയും ഞാൻ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. ഇന്ന് യൂറോപ്പ് സംസ്കാരങ്ങളുള്ള കൺട്രികളിൽ എങ്ങനെയാണ് ജീവിതം? 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മകനെയോ മകളെയോ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് വിടണം. അവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടതുപോലെ അവരുടെ ജീവിതത്തിൽ എന്താണോ സുഖം, അവരുടെ ശരീരത്തിന് എന്താണോ സുഖം, അവരുടെ മജ്ജക്ക് മാംസത്തിന് എന്താണോ സുഖം, അങ്ങനെ അവരെ ജീവിക്കാൻ വിടണം. അതല്ലാതെ അവരെ പിടിച്ചു വെക്കാൻ പാടില്ല. അവർക്കെങ്ങനെയാണോ സുഖങ്ങൾ ലഭിക്കേണ്ടത്, മറ്റുള്ളവൻ്റെ സ്വത്തുക്കൾ അപഹരിച്ചിട്ടാവട്ടെ, മറ്റുള്ളവനെ പീഡിപ്പിച്ചിട്ടാവട്ടെ, മറ്റുള്ളവനെ കുറ്റപ്പെടുത്തിയിട്ടാവട്ടെ, മറ്റുള്ളവൻ്റെ ഭക്ഷണം കവർന്നെടുത്തിട്ടാവട്ടെ, മറ്റുള്ളവൻ ജീവിതത്തിൽ പടുത്തുയർത്തിയതെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാവട്ടെ, എങ്ങനെയാണോ ജീവിതത്തിൽ സുഖം കണ്ടെത്തേണ്ടത് അങ്ങനെ കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യം. അവിടെയാണ് പരിശുദ്ധമായ ഇസ്ലാം മതം കുടുംബബന്ധത്തിൻ്റെ പവിത്രതയെ വ്യക്തമാക്കി തരുന്നത്. ഇസ്ലാം വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നതാണ് കുടുംബജീവിതത്തിന്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പിതാവിൽ നിന്ന് 23 ക്രോമോസോണും മാതാവിൽ നിന്ന് 23 ക്രോമോസോണും ആ കുട്ടിയുടെ ഉപ്പാപ്പയിൽ നിന്നും 11 ക്രോമസോണും ഉമ്മാമയിൽ നിന്നും 11 ക്രോമസോണും ആ കുട്ടിയുടെ ജീനിലുണ്ടാവും. ശാസ്ത്രം പറയുന്നത് എന്താ? 32 തലമുറ ആ ക്രോമസോൺ തുടർന്നുകൊണ്ടേയിരിക്കും. പോരാ, ആ ക്രോമസോണുകൾ അടങ്ങുന്ന ജീനുകൾ ഏകദേശം 12,000 കൊല്ലം ഭൂമിയിൽ നിലനിൽക്കുമെന്ന് പറയുമ്പോൾ
ശാസ്ത്രവും അതിന് വിലയിരുത്തുന്നത് വളരെ പവിത്രമായ ഒരു ബന്ധമാണ് കുടുംബം എന്നുള്ളത്. 1400 വർഷങ്ങൾക്ക് മുൻപ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെച്ച സുന്ദരമായ ആശയം. ഇസ്ലാം എവിടെയാണ് ഇസ്ലാം മാനവികത പുലർത്താത്തത്? ഇന്ന് നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഇസ്ലാം വളരെയധികം മഹത്വം കൽപ്പിക്കുന്ന ഒരു വിഷയമാണ് പാഠ്യപദ്ധതി. അധ്യാപകനും ഗുരുവും തമ്മിലുള്ള ബന്ധം. ഇന്നത്തെ കാലത്ത് നമ്മളൊന്ന് നോക്കൂ, ഒരു ഗുരുവിന് തൻ്റെ ശിഷ്യനോട് ഒന്ന് ഉപദേശിക്കാൻ കഴിയില്ല, ശിക്ഷണത്തോടെ ഒന്ന് നോക്കാൻ കഴിയില്ല, ശിഷ്യൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഒന്ന് അടിക്കാൻ കഴിയില്ല. 12 സെക്കൻഡ് ഈർഷ്യതയോടെ ശിഷ്യന്റെ മുഖത്തേക്ക് നോക്കിയാൽ പോസ്കോ ചുമത്താനുള്ള നിയമമുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ. മഅദല്ലാഹ്, അല്ലാഹു തആല കാത്ത് രക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ എങ്ങനെയാണ് പ്രതിബദ്ധതയുള്ള ഒരു സമൂഹത്തെ നാളേക്ക് പടുത്തുയർത്താൻ കഴിയുന്നത്? സമൂഹം അറിയണമെങ്കിൽ, സമുദായം എന്താണെന്നറിയണമെങ്കിൽ, ഉമ്മയാരാണ്, ഉപ്പയാരാണ്, കുടുംബം എന്താണ്, പെങ്ങളാരാണ്, സഹോദരി ആരാണ്, സഹോദരൻ ആരാണ്, അയൽവാസി ആരാണ്, നാട്ടുകാരൻ ആരാണ്, ബന്ധുമിത്രാദികൾ ആരാണെന്നറിയണമെങ്കിൽ അതൊരു ഗുരുവിൽ നിന്നും പഠിക്കുക തന്നെ വേണം. എത്ര ഹദീസുകൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിരിക്കുന്ന ആ ഒരു ഗുരുവും ശിഷ്യരും തമ്മിലുള്ള ബന്ധം മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന എത്ര ഹദീസുകളാണ് സ്വഹാബി വര്യന്മാർ റിവായത്ത് ചെയ്യുന്നത്. വളരെ പവിത്രമായ ഒരു ബന്ധത്തിൻ്റെ മേലിൽ അതിൻ്റെ കടക്കിൽ കത്തിവെക്കാൻ ഇന്നത്തെ നിയമസംഹിത തുനിയുന്നുവെങ്കിൽ എങ്ങോട്ടാണ് ഈ സമൂഹത്തിൻ്റെ പോക്ക്? ഈ മൂല്യങ്ങളെ മുറുകെ പിടിക്കാൻ നമുക്കെന്തിനാണ് മടി? ഇന്ന് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ മൂല്യങ്ങളും ഇസ്ലാമിൻ്റെ ഗുണകാംശങ്ങളും ഇസ്ലാമിൻ്റെ വക്താക്കൾ മുസ്ലിമീങ്ങളോട് പറയുമ്പോൾ അതിനെതിരെ ക്രൂശിക്കുക, അതിനെതിരെ കുറ്റപ്പെടുത്തുക. ഇസ്ലാം മതം പറയുന്നവരെല്ലാം മദ്രസ പൊട്ടന്മാരാണെന്നും പരിശുദ്ധമായ ഇസ്ലാം 6-ാം നൂറ്റാണ്ടിലെ സൂര്യനുദിക്കാത്ത മതമാണെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അന്തിച്ചർച്ചകളിൽ ഇരുന്ന് വിഷം ചീറ്റുന്നതായ സന്ദർഭം. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ഉദ്ദേശ്യങ്ങൾ എന്താണ്? ഈ പരിശുദ്ധമായ മതത്തെ ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യുക, ഇസ്ലാം മുൻപോട്ട് വെക്കുന്ന മാനവിക മൂല്യങ്ങളെ ലോകത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, പരിശുദ്ധമായ ഇസ്ലാം മതം അള്ളാഹുവിൻ്റെ മതമാണ്. ആരൊക്കെ അതിനെ തടുക്കാൻ ശ്രമിച്ചാലും, ആരെല്ലാം അതിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാലും അല്ലാഹു തആല ഇലാ യൗമിൽ ഖിയാമ ആ പരിശുദ്ധമായ ഇസ്ലാം മതത്തെ നിലനിർത്തുക തന്നെ ചെയ്യും. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇസ്ലാമിൻ്റെ വക്താക്കൾ ഇസ്ലാം പറയുമ്പോൾ അതിനെതിരെയുള്ള കൊന്നലം കുത്തലുകൾ, ടൂറ് പോയാൽ എന്താണ് കുഴപ്പം, ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ എന്താണ് കുഴപ്പം, പെണ്ണിനെന്താ ഇസ്ലാമിൽ സ്വാതന്ത്ര്യമില്ലേ, പഠിക്കാൻ അവകാശമില്ലേ എന്നെല്ലാം പറഞ്ഞ് ഇസ്ലാമിൻ്റെ മുകളിലേക്കുള്ള ഈ കുതിര കയറൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പെണ്ണിനെ വെറും വിൽപ്പനച്ചരക്കായി മാത്രം കണ്ടിരുന്ന അറബികൾക്കിടയിലാണ് പരിശുദ്ധമായ ഇസ്ലാം മൂല്യങ്ങളുടെ വക്താവായി കടന്നു വരുന്നത്. ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അങ്ങയുടെ കുടുംബത്തിലേക്ക് പോയി ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണമെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി തൻ്റെ കുടുംബക്കാരെ എല്ലാം ഒത്തുചേർന്ന് നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ഈ കാണുന്ന മലയ്ക്ക് പിന്നിൽ ഒരു ശത്രു സമൂഹം നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? യാ റസൂലല്ലാഹ്, ഈ കാണുന്ന മലയ്ക്ക് പിന്നിൽ ഒരു ശത്രു സമൂഹം നിങ്ങളെ വധിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, താങ്കൾ അൽ അമീനാണ്, ഞങ്ങൾ വിശ്വസിക്കും
എന്നാൽ ഒന്ന് കേട്ടുകൊള്ളുക, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്. നിങ്ങൾ ഈ ആരാധിക്കുന്ന ലാത്തയോ ഉസ്സയോ മനാത്തയോ പൊറാട്ടയോ ഒന്നുമല്ല. അല്ലാഹുവാണ് ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ, ഭക്ഷണം തരുന്നവൻ, വെള്ളം തരുന്നവൻ, വായു തരുന്നവൻ അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടൂ എന്നുള്ള ഒരു മൂല്യവത്തായ ഒരു വാക്യം അങ്ങ് പറഞ്ഞപ്പോ അതുവരെ പുഞ്ചിരിച്ച മുഖങ്ങളെല്ലാം വിരൂപമായി. ഹബീബുല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറ്റപ്പെടുത്താൻ, അപഹസിക്കാൻ, ഈർഷ്യക്കാൻ, ഈർഷ്യതകളുടെ ക്രൂരമ്പുകളെ തൊടുത്തുവിടാൻ അവർ തുനിഞ്ഞുവെങ്കിൽ പിതാക്കന്മാരായി ഞങ്ങൾ ആരാധിച്ചു വന്നിരുന്ന ഒരു സംഹിതയെ ഒരു സുപ്രഭാതത്തിൽ വന്ന് നീ എതിർക്കുകയോ? എങ്ങനെ നിനക്ക് ധൈര്യം വന്നു? ഞങ്ങളോട് ഈ വർത്തമാനം പറയാൻ എങ്ങനെ നിനക്ക് ധൈര്യം വന്നു എന്ന് ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ച് ബുദ്ധിമുട്ടിച്ച് കുട്ടികളെ കൊണ്ട് കളിയാക്കി പ്രയാസപ്പെടുത്തിയപ്പോ അല്ലാഹു തആല വാനലോകത്തിൽ നിന്ന് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് ഇറക്കി കൊടുത്ത ഒരു ആയത്തുണ്ട്. ലോകത്തെ ദൃഷ്ടാന്തമായി കിടക്കുന്ന ഒരു ആയത്ത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂ ലഹബ് നശിച്ചു പോട്ടെ, അവന്റെ കരങ്ങൾ നശിച്ചു പോട്ടെ. മാ അഅന അൻഹു മാലുഹു വമാ കസബ്, അവൻ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ചത്, ജീവിതത്തിൽ വെട്ടിപ്പിടിച്ചത്, അധ്വാനിച്ചുണ്ടാക്കിയത്, ഒരു പുരുഷായുസ് മുഴുവൻ അവൻ സമ്പാദിച്ചതൊന്നും അവന് പ്രയോജനപ്പെടുകയില്ല. സയസ്ലാ നാറൻ ദാത ലഹബ്, അവൻ കത്തിക്കാളുന്ന നരകാഗ്നിക്ക് അടിമയാണ്. കത്തിക്കാളുന്ന നരകത്തിലാണ് അവൻ്റെ സ്ഥാനമെന്ന് പറഞ്ഞു കൊടുത്തു. പരിശുദ്ധമായ ഇസ്ലാമിനെ എതിർത്തപ്പോൾ, പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വക്താക്കളെ അപകീർത്തിപ്പെടുത്തിയപ്പോൾ അല്ലാഹു തആല ഇറക്കിക്കൊടുത്ത പരിശുദ്ധമായ സൂറത്താണ്. നോക്കൂ, അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറഞ്ഞ് വീമ്പ് കൊണ്ട ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി ഇന്ന് ആരാ? ഇന്ന് എവിടെയാ? എത്രയെത്ര പ്രവാചകന്മാർ പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവരെയെല്ലാം കൊന്നുകളഞ്ഞും ബുദ്ധിമുട്ടിപ്പിച്ചും പ്രയാസപ്പെടുത്തിയും സങ്കടത്തിലാഴ്ത്തിയും എത്രയെത്ര കിങ്കരന്മാർ എവിടെ പോയി? ഹാമാൻ എവിടെ പോയി? ഫിർഔൻ എവിടെ പോയി? നിങ്ങൾ കാണുന്നില്ലേ? അല്ലാഹു തആല കടലിൽ മുക്കി കൊന്നുകളഞ്ഞില്ലേ? വെള്ളത്തിനും വേണ്ട, ഭൂമിക്കും വേണ്ട. ഇലായുമിൽ ഖിയാമ, ലോകത്തോട് ലോകർക്ക് ഒരു ദൃഷ്ടാന്തമായിട്ട് അള്ളാഹു ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ ധിക്കരിച്ചവന്റെ കഥ, അള്ളാഹുവിനെ ധിക്കരിച്ചവന്റെ അവസ്ഥ ഇതാണ്. ഭൂമിക്കും വേണ്ട, വെള്ളത്തിനും വേണ്ട, ആർക്കും വേണ്ട. ഇലായുമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കുക തന്നെ ചെയ്യും. അൽ ഉലമാ വറസത്തുൽ അംബിയാ, ഉലമാക്കൾ എന്ന് പറയുന്നത് അത് അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. അമ്പിയാക്കൾ ലോകത്ത് നടത്തിയിരുന്നത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനവും ഇസ്ലാമിന്റെ മൂല്യങ്ങൾ മനുഷ്യർക്കിടയിൽ പ്രചരിപ്പിക്കലുമായിരുന്നുവെങ്കിൽ ഇന്നും ഇന്നലെയും ഇനി അങ്ങോട്ടും ഈ ദീനിലുള്ള ഉലമാക്കളുടെ കർത്തവ്യം എന്ന് പറയുന്നത് ദീൻ പറയലാണ്, ദീൻ പ്രചരിപ്പിക്കലാണ്, ദീനിന്റെ മൂല്യങ്ങൾ മനുഷ്യർക്കിടയിൽ പകർത്തലാണ്, അവർക്കിടയിൽ പ്രചരിപ്പിക്കലാണ്, അവരെ അതിലേക്ക് ക്ഷണിക്കലാണ്. അതിന് തുരങ്കം നിൽക്കാമെന്ന് ആര് നനച്ചാലും ഇത് അള്ളാഹുവിൻ്റെ മതമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇത്യാദി ന്യൂസുകളെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ ദീൻ പറഞ്ഞതിന് വേണ്ടി, ദീൻ പറഞ്ഞതിൻ്റെ പേരിൽ അന്തിച്ചർച്ചകളിൽ ഇരുന്ന് വലിച്ചു കീറുമ്പോൾ, പ്രിയപ്പെട്ട ഉസ്താദന്മാരെ വലിച്ചു കീറുമ്പോൾ, ദീനിനെ എന്തോ പ്രാചീന മതമായെല്ലാം വിലയിരുത്തുമ്പോൾ മുസൽമാനൻ്റെ പേര് വെച്ച് നാം ഒരിക്കലും അതിന് ചെവി കൊടുത്തുകൂടാ. ഒരു മുസ്ലിമായ നാം ഒരിക്കലും അത് കേട്ട് പറഞ്ഞതിൽ അല്പമെങ്കിലും ശരിയില്ലേ എന്ന് ചിന്തിച്ചുകൂടാ.
നമ്മുടെ യുക്തിക്കുമപ്പുറമാണ്, യുക്തിഭദ്രമാണ് ഇസ്ലാം. നമ്മുടെ യുക്തി ഇന്ന് മാറാം, അത് ചിലപ്പോൾ നാളെ മാറാം, ചിലപ്പോൾ മറ്റന്നാൾ മാറാം. പക്ഷേ ഇസ്ലാം മുൻപോട്ട് വെക്കുന്നതായ തത്വസംഹിത 1400 വർഷങ്ങൾ മുതൽ ഇലാ യൗമിൽ ഖിയാമ വരെ അത് ഒരു മാറ്റത്തിരുത്തലുകൾക്കും വിധേയമല്ലാത്തതായ സുന്ദരമായ ഒരു സംഹിതയാണ്. അതുകൊണ്ട് നാം ആഖിബത്തിനെ സൂക്ഷിക്കണം. പണ്ഡിതന്മാരെ കുറ്റം പറയുമ്പോൾ, പണ്ഡിതന്മാരെ അപകീർത്തിപ്പെടുത്തുമ്പോൾ ഇസ്ലാമിൻ്റെ വക്താക്കളായ നാം അതിൽ സുഖം കണ്ടെത്തരുത്, നാം കുറ്റം പറയരുത്. അവർ അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കുന്നവരാണ്, ദീനിൻ്റെ വക്താക്കളാണ്, അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. അതുകൊണ്ട് നാം സമീപനം പാലിക്കണം, ഇസ്ലാമിൻ്റെ മൂല്യങ്ങളെ മുറുകെ പിടിക്കണം. മുസൽമാനായി ജനിച്ച് അവസാനം റൂഹ് പിരിയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സുന്ദരമായ വാക്യം ഉച്ചരിച്ചുകൊണ്ട് മരിക്കണം. റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാൻ അൽഹംദുലില്ലാഹ്.